മറ്റൊരു NDA മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. മാത്സ് ക്ലാസ് അല്ല, മാത്സ് ട്രിക്സ് ആണ്. നമുക്ക് എപ്പോഴും NDAയുടെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ, പ്രത്യേകിച്ച് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ട്രിക്സുകൾ, വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാനുള്ള ഒത്തിരി വഴികളുള്ള ക്വസ്റ്റ്യൻസുകൾ അവർ തരുന്നത്. പക്ഷെ നമ്മൾ അത് ചെയ്യുന്നത് ആ വഴികളൊന്നും നമുക്കറിയത്തില്ല. നമ്മൾ ട്രഡീഷണൽ ആയിട്ട് പഠിച്ചിട്ടുള്ള കുറെ സ്റ്റെപ്സുകൾ ഫോളോ ചെയ്ത് ഫൈനലി ആൻസർ എത്തുന്ന വഴികളാണ് പഠിച്ചു വെച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതൊക്കെ നമുക്ക് ചെയ്യാൻ അറിയാം, പക്ഷെ പഴയ മെത്തേഡിലായതുകൊണ്ട് നമ്മുടെ ടൈം ഒത്തിരി അവിടെ നഷ്ടപ്പെടും. പല ക്വസ്റ്റ്യൻസുകൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാതെ വിടേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഉള്ള ട്രിക്സുകളെല്ലാം പഠിച്ച് വേണം ഇവനെ നമുക്ക് നേരിടാൻ. അത്രയും ഇപ്പൊ പഠിച്ചു വെക്കണമെങ്കിൽ ഇത്തിരി സ്റ്റോറേജ് കപ്പാസിറ്റി കൂട്ടണം. ഇല്ല എന്നല്ല, നമുക്ക് കൂട്ടിയെടുക്കണം. നമുക്ക് പലർക്കും പഠിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ കുറെ ചെയ്യുക എന്നുള്ളതാണ്. NDA എക്സാമിന് എന്ന് പറഞ്ഞാൽ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ചെയ്യേണ്ടെന്നുമല്ല, പക്ഷെ ചെയ്യേണ്ടതിനെ വളരെ ഫാസ്റ്റ് ആക്കാനുള്ള വഴികളെല്ലാം പഠിച്ചുകൊണ്ട് വേണം ഇവനെ നമുക്ക് എക്സാം എഴുതാൻ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിനെ നമുക്ക് എളുപ്പം സ്കോർ ചെയ്ത് മുന്നിലോട്ട് എത്താൻ പറ്റും. ഞാൻ ഇന്ന് അങ്ങനത്തെ 2-3 പഠിപ്പിക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന മെത്തേഡാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇവിടെ ഈ ക്വസ്റ്റ്യനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല രസകരമായിട്ട് ചെയ്യാൻ കണ്ടാലൊക്കെ തോന്നും. പക്ഷെ സമയമാണ് നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻസ്. വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ട്രിക്സ് ആണ് പഠിപ്പിക്കുന്നത്. പിന്നെ ഇതുപോലുള്ള ക്ലാസ്സുകളും ഇതിന്റെ മെറ്റീരിയൽസും ക്ലാസ് എല്ലാം കിട്ടാൻ നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. മറ്റുള്ള സബ്ജക്ട്സ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ് ആണ്. ഏറ്റവും നല്ല രീതിയിൽ കൂടെ മനസ്സിലാവുകയും അതുപോലെ അതിന്റെ മെറ്റീരിയലിനുള്ളിൽ എല്ലാ സ്റ്റെപ്സുകളും എഴുതിയിട്ടുള്ള മെറ്റീരിയലുമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ ക്ലാസ് ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഈ വർഷത്തെ എക്സാം ഉണ്ട്, അടുത്ത വർഷം എല്ലാം ഉണ്ട്. നിങ്ങൾ ആർക്കൊക്കെയാണോ എഴുതാൻ താല്പര്യം ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇഫ് sec θ plus tan θ is equal to √3, then what is sin θ? 2 ക്വസ്റ്റ്യൻസുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരെണ്ണം ഫ്രാക്ഷനിലാണ് കേട്ടോ. ഓക്കെ, അപ്പൊ sec θ plus tan θ തന്നിട്ട് ചോദിക്കുന്നവരെപ്പോഴും sin θ എന്നായിരിക്കും. നമുക്ക് തോന്നുമ്പോൾ എന്താ sin θക്ക് എന്താണ് പ്രാധാന്യം? sec θ plus tan θ എന്നും sin θ കണ്ടുപിടിക്കാനുള്ള ട്രിക്കാണ് എളുപ്പമുള്ളത്. അപ്പൊ അതാണ് പഠിപ്പിക്കുന്നത്. അതിന്റെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പഴയ c² θ മൈനസ് tan² θ 1 എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. c² മൈനസ് tan² 1 അവിടെ ഒന്നും ഫോം ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ഞാൻ ആ റിസൾട്ട് ഒന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. sec θ പ്ലസ് tan θ ഈക്വൽ ടു p ആണെന്ന് വിചാരിക്കുക. എന്തെങ്കിലും പിയോ കെയോ എന്തെങ്കിലും ആയിക്കോട്ടെ കേട്ടോ. sec θ പ്ലസ് tan θ അറിയാമെങ്കിൽ അവിടുന്ന് sin θ എഴുതാനുള്ള വഴി പഠിക്കാം. sin θ എഴുതാൻ സിമ്പിൾ ആണ്. That is p² minus 1 divided by p² plus 1. ഇത്രേ ഉള്ളൂ. അപ്പൊ sec θ പ്ലസ് tan θ യിൽ നിന്നും നമുക്ക് sin θ കണ്ടുപിടിക്കാൻ p² minus 1 by p² plus 1. അപ്പൊ ഇവിടുത്തെ p എന്ന് പറയുന്നത് ഇയാളാണ് ആണല്ലോ. ഈ p യുടെ പ്ലേസിൽ വന്നേക്കുന്നത് √3 ആണ്. അപ്പൊ ഈ കേസ് വെച്ചുകൊണ്ട് ഇവിടുത്തെ നമുക്ക് ഈ ക്വസ്റ്റനിൽ sin θ is equal to എന്ന് എഴുതുമ്പോൾ p² minus 1 divided by p² plus 1 can be written as √3² minus 1 divided by √3² plus 1. Then what is √3²? 3. Okay. And 3 minus 1 on numerator and √3² plus 1 is 3 plus 1. Answer is 2/4. Answer is 1/2. ഇത്രയേ ഉള്ളൂ കേട്ടോ. തീർന്നു. അപ്പൊ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ഇതിപ്പോ നമുക്ക് നിമിഷ നേരം കൊണ്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ 5 സെക്കൻഡ്സ് മതി. നിങ്ങളുടെ 5 സെക്കൻഡ്സ് കൊണ്ട് നിങ്ങൾക്ക് പറ്റും. ഒന്ന് ട്രൈ ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് sec θ പ്ലസ് tan θ 2/5. അടുത്ത ക്വസ്റ്റൻ ആണ്. ഇതൊരു ഫ്രാക്ഷൻ ആണ്. അപ്പൊ അവിടെ sin θ കണ്ടുപിടിക്കാൻ നമുക്ക് ഇതുപോലെ തന്നെ തുടങ്ങാം. Then sin θ is equal to p² minus 1 divided by p² plus 1. That is 2/5 the whole square minus 1 divided by 2/5 the whole square plus 1. ഫ്രാക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇച്ചിരി സമയം എടുക്കും, പക്ഷെ അത് ഫാസ്റ്റ് ആക്കണം. ഏറ്റവും ഫാസ്റ്റ് ആക്കി ചെയ്യണം. ഓക്കെ, that is 2² by 5². 2/5 the whole square is 4/25. അപ്പോൾ 4 divided by 25 minus 1 divided by 4/25 plus 1. ആൻസർ എടുക്കുമ്പോൾ നോക്കിക്കേ, 4/25 minus 1. അവിടെ നമുക്ക് മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ 1 into 4 ഇതൊക്കെ നമുക്ക് എളുപ്പം എഴുതാൻ പറ്റും. 4/25 minus 1 എന്ന് പറഞ്ഞാൽ 21/25 ആണ് കേട്ടോ. അങ്ങനെയൊക്കെ എഴുതാൻ പറ്റും. 4/25 minus 1 എന്ന് പറഞ്ഞാൽ 25 minus 4 എത്ര? 21. 21/25 എന്നാണ് ന്യൂമറേറ്റർ. ഇവിടെ അങ്ങനെ പ്ലസ് വരുമ്പോൾ ഇങ്ങനെ കേട്ടോ, 4/25 പ്ലസ് 1 എന്ന് വന്നു കഴിഞ്ഞാൽ പ്ലസ് ആയതുകൊണ്ട് 25 പ്ലസ് 4 29/25 എന്നൊക്കെ എഴുതാം.
ഓക്കെ, അതൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ്. ഇപ്പൊ ഞാൻ ചെയ്ത് കാണിക്കാം. ദാറ്റ് ഈസ് 1 into 4 4 minus 25 into 1 25 divided by 25. ഓക്കെ, divided by ഡിനോമിനേറ്ററിൽ വരുമ്പോൾ 1 into 4 4 plus 25 into 1 25 by 25. Answer is minus 21 divided by 25 cancel ആയി minus 21 divided by 29. ഇത്രയും വേണം. ഇപ്പൊ വളരെ എളുപ്പത്തിൽ നമുക്ക് സ്പീഡ് നമുക്ക് കാൽക്കുലേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാം. നമുക്ക് ആ പ്രോബ്ലം വളരെ ഫാസ്റ്റ് നമുക്ക് സെക്കൻഡ്സുകളെ നോക്കിക്കഴിഞ്ഞാൽ 10-15 സെക്കൻഡ്സ് ഇതിന് വേണം. ഇതിനാണെങ്കിൽ 5 സെക്കൻഡ്സ് മതി. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, അടുത്ത ഒരെണ്ണമാണ് ഇതേ പെയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. കൊസീക് തീറ്റ പ്ലസ് കോട്ട് തീറ്റ ഈസ് ഗിവൻ, ദെൻ വാട്ട് ഈസ് കോസ് തീറ്റ? കൊസീക് തീറ്റ പ്ലസ് കോട്ട് തീറ്റ തന്നിട്ട് കൊസീക് തീറ്റ പ്ലസ് കോട്ട് തീറ്റ എപ്പോഴും ഓർക്കണം ഇതിന്റെ കോമ്പിനേഷൻ. അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റ കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് കോസ് തീറ്റ കണ്ടുപിടിക്കാനുള്ള ഫോർമുല, അപ്പോൾ ഇവിടെ √2 പകരം പി ആണെങ്കിൽ അതേ ഫോർമുല പി സ്ക്വയർ മൈനസ് 1 ബൈ പി സ്ക്വയർ പ്ലസ് 1 തന്നെയാണ് ഇവിടെ ഫോർമുല. കൊസീക് തീറ്റ പ്ലസ് കോട്ട് തീറ്റ പി എന്നാണെങ്കിൽ ദെൻ കോസ് തീറ്റ ഈക്വൽ ദിസ് പി സ്ക്വയർ മൈനസ് 1 ബൈ പി സ്ക്വയർ പ്ലസ് 1. അപ്പൊ ഇവിടുത്തെ ആൻസർ വരുമ്പോൾ പിയുടെ പ്ലേസിൽ √2 ആണ്. √2 സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ √2 സ്ക്വയർ പ്ലസ് 1. That is √2 square is 2. That is 2 minus 1 divided by 2 plus 1. Answer is 1 by 3. കഴിഞ്ഞല്ലോ, പരിപാടി കഴിഞ്ഞോ, 1 by 3. അപ്പൊ വളരെ എളുപ്പത്തിലായി. അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് കൊസീക് തീറ്റ പ്ലസ് കോട്ട് തീറ്റ ഈസ് ഈക്വൽ 1 by 3. Then what is cos തീറ്റ? അപ്പൊ ഇവിടെ നമുക്ക് ഇയാളെ നമുക്ക് പി ആയിട്ട് കരുതാം. ഇയാളെ പി ആയിട്ട് കരുതിയാൽ പി സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ പി സ്ക്വയർ പ്ലസ് 1. That is equal to 1 by 3 the whole square minus 1 divided by 1 by 3 the whole square plus 1. What is 1 by 3 the whole square? 1 by 9. Okay. So 1 by 9 minus 1 divided by 1 by 9 plus 1. This is method of cross multiplication. Apply minus 8 by 9 by 10 by 9 in the okay. Minus 8 by 9, 1 into 1, 1. 9 into 1, 9. 1 minus 9, minus 8 by 9. Okay, by 10 by 9. 9 cancel again. Answer minus 8 by 10. Answer is minus 4 by 5. ഇത്രയേ ഉള്ളൂ. എങ്ങനെയുണ്ടത്? കുഴപ്പമില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് പല നമ്പറൊക്കെ വരാം. ഇതിപ്പോ √2 അതൊക്കെ വലുതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം കേട്ടോ. എല്ലാത്തിന്റെയും കാര്യം ഇങ്ങനെ തന്നെ ഉള്ളൂ. ഇവിടെ മാറിയാലും കയറിയാലും ഒക്കെ ഇതൊക്കെ തന്നെ ഉള്ളൂ പ്രോബ്ലത്തിന്റെ മെത്തേഡ്. ഇവിടെ ഈ √2 വേറെയൊക്കെ വരാം. √3 വലിയ നമ്പറൊക്കെ വരാം. √3 plus 1 by √3 minus 1 എന്നൊക്കെ വരാം. അവനെ വെച്ചോണ്ട് ചെയ്യുമ്പോൾ ഫാസ്റ്റ് ആക്കണം. ഞാൻ പറഞ്ഞത് ഇതിപ്പോ നമ്മളൊരു കുട്ടി നമ്പർ വെച്ചോണ്ട് ചെയ്തു. ഇനി ഇവിടെ ഏത് നമ്പർ വന്നാലും മെത്തേഡ് സെയിം ആണ്. ഓക്കെ ആണല്ലോ. അടിപൊളിയായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ കിട്ടിയാൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ തോന്നും. ഇത് പലരും പഠിക്കാതെ എന്താ പലതും മനസ്സിലാവാറില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൂടെയാണ് ക്ലാസ്സുകളെല്ലാം. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നെങ്കിൽ ജോയിൻ ചെയ്യാം. മാക്സിമം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഇതേപോലെ ക്ലാസ്സുകൾ ഇനിയും വരും. എല്ലാവരും നമ്മുടെ ക്ലാസ്സുകൾ മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.